ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനത്തിൻ്റെ മുൻപാകെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം കൃപയെ തന്നതോർത്ത് ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗത്തെ ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. ആദിയിൽ ദൈവം സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിപ്പാനിടയായി തീർന്നു. ഭൂമി പാഴായും ശൂന്യമായും കിടന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, യഹോവയായ ദൈവം സ്വർഗത്തെയും ഭൂമിയെയും ഭൂതലത്തിലുള്ള സകലത്തെയും സൃഷ്ടിപ്പാനിടയായി തീർന്നു. ഭൂതലത്തിലുള്ള സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ ഭൂതലം അന്ധകാരം കൊണ്ട് നിറയപ്പെട്ട് കിടക്കുകയായിരുന്നു. യഹോവയായ ദൈവം ഈ അന്ധകാരത്തെ കണ്ടപ്പോൾ യഹോവയായ ദൈവം എന്താ പറഞ്ഞേ? എന്തൊരു ഇരുട്ടാന്നല്ല കർത്താവ് അവിടെ പറഞ്ഞേ. ഈ ഇരുട്ട് എത്ര വലുതാന്നല്ല ദൈവം അവിടെ പറഞ്ഞേ. പക്ഷേ യഹോവയായ ദൈവം എന്താ പറഞ്ഞേ? വെളിച്ചമുണ്ടാകട്ടെ എന്നാ പറഞ്ഞേ. ഈ ഒരു സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവിടെ പറയുന്നേ? തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും, എന്തൊരു ഇരുട്ടാണ്, ഭയങ്കര അന്ധകാരമാണല്ലോ. ഈ ഒരു കാര്യമേ നമ്മളവിടെ പറയത്തുള്ളൂ. എന്നാൽ ദൈവം എന്താണ് പറഞ്ഞേ? എന്തൊരു ഇരുട്ടാന്നല്ല പറഞ്ഞേ, വെളിച്ചം ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞേ. നമ്മളൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളെ വലുതായി കാണുന്നു. നമ്മൾ പലപ്പോഴും ഈ അന്ധകാരത്തെ വലുതായി കാണും. പക്ഷേ കർത്താവ് എങ്ങനെയാ? നമ്മൾ പ്രശ്നത്തെ കാണുമ്പോൾ കർത്താവ് പ്രശ്നത്തെ അല്ല, കർത്താവ് കാണുന്നത് അതിൻ്റെ സൊല്യൂഷനെയാണ്. ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു റൂമിൻ്റെ അകത്ത് ആ ലൈറ്റ് പ്രകാശിച്ചു കഴിയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ അന്ധകാരം പൂർണ്ണമായും അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഇന്ന് ദൈവജനം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായിത്തീരും. ഈ ക്രിസ്തുവെന്ന വെളിച്ചം നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരം മാറി പ്രകാശപൂർണമായൊരു ജീവിതമായി മാറുവാനിടയായിത്തീരും. ഈ വെളിച്ചം വന്നപ്പോൾ അന്ധകാരം മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവെന്ന വെളിച്ചം പ്രകാശിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്ധകാരത്തിൻ്റെ അവസ്ഥ മാറിപ്പോകുവാനിടയായിത്തീരും. പ്രശ്നത്തെ വലുതായി കാണുന്നവരായിട്ടല്ല, പ്രതിസന്ധിയെ വലുതായി കാണുന്നവരായിട്ടല്ല, ദൈവത്തെ വലുതായി കാണുന്നവരായി നാം മാറിയാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.